ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു കോൺട്രാക്റ്റിംഗ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ലീഡിങ് ഡയഗണൽ ഉണ്ട് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതിനൊരു റീടെസ്റ്റ് ഏരിയ ആയിട്ടാണ് കൊടുത്തിരുന്നത്. റീടെസ്റ്റ് ഏരിയ പറഞ്ഞിരുന്നു. ഇന്ന് ട്രയാങ്കിളിൻ്റെ റീടെസ്റ്റിൽ പോയിട്ട് ഏകദേശം എക്സാക്റ്റ് റീടെസ്റ്റിൽ പോയിട്ടാണ് അത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ വന്നു. പിന്നെ അത് മുകളിൽ പോയില്ല. അത് മുകളിൽ പോയിരുന്നായിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന ഒരു ട്രേഡാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഈ ഒരു ലീഡിങ് ടൈപ്പ് ട്രയാങ്കിൾ ഇതിന് ഹെൽത്തി ആയിരുന്നൊരു ഇത് ഇത്രയും ഭാഗങ്ങളും ഓക്കെയാണ്. ബേസ്മെൻറ്റും ഓക്കെയാണ്. ബേസ്മെൻറ്റിന് ശേഷം വന്ന മൂവ്മെൻറ്റാണ് 78%-നുള്ളിൽ 25,945 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റീടെസ്റ്റിന് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റീടെസ്റ്റ് വന്നതിന് ശേഷം കയറിയാൽ ഏകദേശം ടോപ്പ് വരെ 20 വരെ പോകാം. 26,190, 26,120. അപ്പോൾ റീടെസ്റ്റ് സസ്റ്റെയിൻ ചെയ്തില്ല. പിന്നെ ഈ ഒരു ടോട്ടൽ പാറ്റേണും അത്ര വലിയ സ്ട്രോങ്ങിലല്ല, സ്ട്രെങ്ത് ഇല്ലാണ്ട് നിൽക്കണേ. അവസാനത്തെ ഒരു എഡ്ജ് തന്നെ ഏറ്റവും താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഈക്വൽ സൈസിൽ നിൽക്കുന്നത്. ഒരു സപ്പോർട്ട് പൊട്ടിയിട്ടില്ല. സപ്പോർട്ടിങ് ഇപ്പോൾ പൊട്ടിയാലും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് വലിയൊരു മൂവ്മെൻറ്റ് വരണം നിർബന്ധമില്ല. കാരണം ഇത് 127 എത്താൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് തിരിച്ചു വന്ന് 127 എത്തിയിട്ടും തിരിച്ച് കയറാം. ഇതിൽ നിലവിൽ 100, 200 ഉണ്ടോ? ഈ ഒരു 200% വരെയൊക്കെ പോയിട്ട് തിരിച്ച് കയറാം. ഏകദേശം എത്രയാണ്? 26,645. ഇതിൻ്റെ ടോട്ടൽ സൈസ് ബേസ്മെൻറ്റ് സൈസ് നോക്കുമ്പോൾ എവിടെ വരെയാണ് കറക്റ്റ് 127 നിൽക്കണമെന്ന് വേണമെങ്കിൽ നോക്കാം. കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കാറുണ്ട്. സെയിം ആ ഒരു ഏരിയയിലാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് വീണാലും ചിലപ്പോൾ ഇവിടെ നിന്ന് ബൗൺസിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ വരെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് കയറിയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ താഴത്തേക്കുള്ള മൂവ്മെൻറ്റിനെ എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ നോക്കിയാൽ മതി. കാരണം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊരു റീടെസ്റ്റ് പോലെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി ഏകദേശം നമുക്ക് ഈ ഒരു ഏരിയ വരെ ഇതൊരു സപ്പോർട്ട് സോണാണ്. 25,350 അല്ലെങ്കിൽ 325 ഈ ഒരു റേഞ്ചിലേക്ക് ഇത് വന്ന് വീഴാവുന്നതാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ ഈ കാണുന്ന ബേസ്മെൻറ്റ് സ്വഭാവം വെച്ചിട്ട് കൂടുതലും ഇത് ഇവിടെ നിന്ന് കയറിയതിന് ശേഷമാണ് ഒരു വരം കൂടി വരാറുള്ളത്. ഇങ്ങനെ ഒരു റിക്കവർ ആയതിനു ശേഷമാണ് വരാറ്. ഇനി സ്ട്രൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിനൊരു റീടെസ്റ്റ് ആയിട്ട് പരിഗണിച്ചാലും ഈ ഒരു പെർസെൻറ്റേജ് എത്തുമ്പോൾ 25,674 എത്തുമ്പോൾ ബൗൺസ് ചെയ്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നത് പ്രതീക്ഷിച്ചാൽ മതി. ഇതുവരെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കിയാൽ, കാരണം ബ്രേക്ക് ഔട്ടുകളിലൂടെ മൂവ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. ബൗൺസിങ് പോയിൻ്റ് നമുക്കൊരു 90% ആക്യുറസി പറയാൻ പറ്റും. പക്ഷേ ബ്രേക്ക് ഔട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് അത്രയ്ക്ക് ആക്യുറസി പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ സ്ട്രക്ചറുകൾ അതിൽ വരുന്നതുകൊണ്ട് റിവേഴ്സലുകൾ വരാം. പ്രത്യേകിച്ച് ഈ ഒരു ബേസ്മെൻറ്റ് സ്വഭാവം വെച്ചിട്ട് 2 വേരിയേഷൻ കഴിഞ്ഞിട്ടേ താഴത്തേക്ക് ഈ ഒരു എഡ്ജ് വരെ എത്താറുള്ളൂ. മൊത്തത്തിൽ ഒരു ട്രയാങ്കിൾ പോലെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബേസ്മെൻറ്റ് വന്ന് നമുക്ക് കാണാം. ഈ ഒരു ബേസ്മെൻറ്റിന് ശേഷം 127% കയറിയിട്ടാണ് ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയത്. ഇതും ഇപ്പം നിലവിലൊരു ബേസ് പോലെയാണ് നിൽക്കുന്നത്. നാളെ രാവിലെ അറിയുള്ളൂ. ചിലപ്പോൾ ഒരു 127% ഇതുമ്മ കയറിയിട്ടാവും താഴ്ത്തി വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജ് പോയിൻ്റൊക്കെ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ശരിക്കും ബൗൺസിങ് പോയിൻ്റ് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ 200 ഇടാറ്. ഈ ഒരു ഇതിന് സ്റ്റോപ്പ്ലെസ് ആക്കിയിട്ട് വെച്ചിട്ട് ഈ ഒരു റേഞ്ചിൽ എത്തുകയാണെങ്കിൽ റിവേഴ്സലുകൾ നോക്കാവുന്നതാണ്. നേരിട്ട് താഴ്ത്തേക്ക് പറഞ്ഞതിൽ എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോയിൻറ്റും കൂടി കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ലോക്കാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് ഇതിന് സ്റ്റോപ്പ് ലോസ് ഇത്ര റേഞ്ചിൽ മിനിമം ഇത്ര റേഞ്ചിലൊക്കെ വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ തൊട്ട് ബാക്കിൽ കൊണ്ടുപോയി വെക്കണം. അതൊരു 50-50 ചാൻസിൽ എടുക്കാവുന്ന ഒരു ഗെയിമാണ് മാത്രം. ഇത്രയും റീടെസ്റ്റ് ചെയ്തതിന് ശേഷം വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഇത് വേറെ ഇപ്പോൾ പോയിൻറ്റുകളൊന്നും ഇല്ല. ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിമുകൾ മാത്രം നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കിത് ബെയറിഷ് മോഡിലേക്ക് കടക്കണതിന് മുമ്പുള്ള ഒരു ഏരിയ മാത്രമാണിത്. അതിൽ തന്നെ ബേസിക്കായിട്ട് ഇപ്പം ഇത് നേരെ താഴെ വന്നാലും ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കായി. പക്ഷേ ഇതിങ്ങനെ ഒരു 5 വേരിയേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഒരു വട്ടം കൂടി മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ഈ ഒരു 25,350 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നു എന്ന് വിചാരിക്കുക.
ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത്രയും ഈ വീണ അത്രയും തിരിച്ച് റിക്കവറായിട്ട് ഇതിൻ്റെ ടോപ്പ് വരെ പോവും, ഈ ഒരു ബേസ് വരെ പോവും. അത് ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകതയാണ്. അതും ഈ പാറ്റേൺ ഉണ്ടാവെടുത്തതിൻ്റെ പകുതി സമയം കൊണ്ട് ഇത് റിവേഴ്സിൽ വളർട്ടലായിട്ട് കയറുന്നതൊക്കെയാണ്. പിന്നെ സസ്റ്റെയിൻ ചെയ്ത് കയറുകയാണെങ്കിൽ വേണമെങ്കിൽ അത് മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊടുക്കാം. സോ ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്താണെന്ന് അറിഞ്ഞാലേ ബാക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ നമുക്ക് നോക്കാം. ഇത് താഴെ വന്നിട്ട് മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് കാണിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻ കൂടി താഴ്ത്തി വരും. അപ്പോൾ ഇവിടുന്ന് പുട്ട് ഓപ്ഷനൊക്കെ എടുത്ത് ചെറിയ പുട്ട് ഓപ്ഷൻ എടുത്താലും ലോങ് സൈസ് താഴ്ത്തിക്ക് കിട്ടും. അല്ലെങ്കിൽ 2 3 എടുത്തിട്ട് പകുതി എത്തുമ്പോഴേക്കും അത് വിറ്റ് ബാക്കിയുള്ള ഒരെണ്ണമൊക്കെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ 10 എടുക്കണമെന്ന് വെച്ചെങ്കിൽ 3/4 ഭാഗം എപ്പോഴും എടുക്കണം. അതിൽ ഒരു 75% ഈ ഒരു ഭാഗത്ത് നിന്ന് വിറ്റ് പ്രോഫിറ്റ് എടുത്ത് മാറാം. അവസാനത്തേക്ക് റണ്ണിങ്ങിൽ ഒരു ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ എക്സ്പയറിക്ക് അപ്പുറത്തെ എക്സ്പയറിയിൽ അത് തീരുക. അപ്പോൾ ആ നെക്സ്റ്റ് എക്സ്പയറി ഈ പറഞ്ഞ എക്സ്പയറി അല്ലാതെ അതിൻ്റെ അടുത്ത എക്സ്പയറിയിലേക്ക് നോക്കുന്നവൻ നെക്സ്റ്റ് ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ 2 ട്യൂസ്ഡേ അപ്പുറത്തേക്ക് ഒരു 22-ാം തീയതിക്ക് എടുക്കുന്നതാവും, 23-ാം തീയതിയൊക്കെ എക്സ്പയർ എടുക്കുന്നതാവും എളുപ്പം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കാം, മൂവ്മെൻറ്റ്സ് ഇങ്ങനെ പോയിക്കോളും. അത്ര വരെ സമയം ഇതിങ്ങനെ നിൽക്കില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടി ടൈം ഡിക്കെ ബാധിക്കാണ്ടിരിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സ്ട്രക്ചർ നമുക്ക് ബേറിഷാണ് നമ്മുടെ വ്യൂവിലുള്ളത്. മിനിറ്റ് ഹാൻഡിലാകുമ്പോൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന പാറ്റേൺ 2 പാറ്റേൺ 3 പാറ്റേണൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി വരും. ഇന്നലെ തന്നെ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ABC കഴിഞ്ഞിരുന്നു. ഇന്നൊരു വോളട്ടൈൽ മൂവ്മെൻ്റ് ഉണ്ടായത്, ഒരു സ്ട്രക്ചർ മുകളിൽ നിന്ന് നേരെ താഴ്ത്തേക്ക് ഒരു 5 പോലെയൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഇമ്പൾസ് മോഡാണ് ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ഉള്ളൊരു മൂവ്മെൻറ്റ്. ഫൈവേഴ്സിൻ്റെ തന്നെ സ്ട്രക്ചറിൽ അധികം സ്ട്രെങ്ത്ത് കൊടുത്തിട്ടില്ല ആൾ. വോളട്ടൈൽ മൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്കിനി റീടെസ്റ്റ് 70% ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ചാനലുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇതിനകത്ത് ഈ ഒരു വന്നൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇതാണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. ഇപ്പോൾ നോട്ട് ചെയ്ത കാരണം നോക്കിയതാണ്. ഇത് അത്യാവശ്യം ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നിൽക്കണമെന്ന് പറയാം, ഈ ഒരു 72%. സോ ഇവിടുത്തെ ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് റിക്കവറി കിട്ടിയിട്ട് ഇറങ്ങുകയാണെച്ചെങ്കിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ ഇങ്ങോട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ റിക്കവറി കൊടുത്തതിന് ശേഷം ഇറങ്ങുകയാണെച്ചെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതെല്ലാം കയറി ഇത് ബ്രേക്ക് ചെയ്യാൻ ഇൻവാലിഡ് ആവും. ഈ ഒരു റേഞ്ചൊക്കെ എത്തുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി കയറ്റി വെച്ചാൽ മതി. ഈ ഒരു സ്ട്രക്ചറിന് തന്നെ ഏകദേശം 26,300 ഈ ഒരു റേഞ്ചിൽ വെച്ചാൽ മതി. ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷനൊക്കെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ. ഓക്കെ, താങ്ക് യു.